കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഡിസംബറിൽ തന്നെ നടക്കണം, അങ്ങനെയുള്ള ഒരു അറിയിപ്പാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പായിട്ട് ഈ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം പൂർത്തിയാകും. സർ, ഇപ്പോൾ ഈ കാര്യത്തിൽ നമുക്കറിയാം, ബീഹാറിലെ വിഷയം നമുക്കറിയാമല്ലോ. അവിടെ തീവ്ര പരിഷ്കരണം, ഈ സമഗ്ര വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണ നടപടികൾ പൂർത്തിയാക്കി, കരട് പ്രസിദ്ധീകരിച്ചു. അതിനെ ചൊല്ലി വലിയ വിവാദങ്ങൾ നടന്നു, കേസ് സുപ്രീം കോടതിയിലെത്തി, വലിയ കോലാഹലങ്ങളൊക്കെ നടന്നു. അവസാനം ഈ പുലി പോലെ വന്നത് എലി പോലെ പോയതും നമ്മൾ കണ്ടു. കോടതി ആകെ പറഞ്ഞത് ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ആധാറും കൂടി പരിഗണിക്കണം എന്ന് ഇവരുടെ ആവശ്യം അംഗീകരിച്ചു. 11 മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട്, അതിൽ ആധാർ വെച്ചിരുന്നില്ല. പക്ഷെ ആധാർ കൂടെ പരിഗണിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അല്ലാതെ ആധാർ പൗരത്വം തെളിയിക്കുന്ന രേഖയല്ല എന്ന് കോടതി വ്യക്തമായിട്ട് പറയുകയും ചെയ്തു. അത് ഈ പാറ്റ്ന ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ പോയിട്ട് സത്യത്തിൽ ഇന്ത്യ മുന്നണിക്ക് വലിയ തിരിച്ചടിയാണ്. നമ്മൾ ഈ വോട്ടർ പട്ടികയിൽ ഒരുപാട് ക്രമക്കേടുകൾ ഉണ്ട് എന്ന് ആരോപിച്ച് രാഹുൽ ഗാന്ധി രംഗത്ത് വരികയും അദ്ദേഹം കുറെ തെളിവുകൾ പുറത്തുവിടുകയൊക്കെ ചെയ്തു. ആ തെളിവുകളുമായിട്ട് പരാതി കൊടുക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം അതിന് തയ്യാറായില്ല. ആ കോലാഹലവും നമ്മൾ കണ്ടു. ഇവിടെ ഇപ്പോൾ ബീഹാർ കഴിഞ്ഞപ്പോൾ തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു തീരുമാനമെടുത്തു. ഈ സമഗ്ര വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം രാജ്യം മുഴുവനും നടപ്പാക്കും. പരാതിയില്ലല്ലോ. എല്ലായിടത്തും, അതായത് ഇങ്ങനെ കന്യാകുമാരി തൊട്ട് കാശ്മീർ വരെ, പിന്നെ നമ്മുടെ ത്രിപുര മുതൽ ആ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ അങ്ങ് അറ്റത്ത് അതിര് തൊട്ട് ഇങ്ങോട്ട് ഗുജറാത്തിന്റെ അതിർത്തി വരെയും നടപ്പാക്കും എന്ന് പറഞ്ഞു. ഇപ്പൊ എന്താ, അതും പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുകയാണ്. ഇപ്പൊ ആസാമിൽ നമ്മൾ കണ്ടു, നിരവധി പേര്, അത് 100-200 ഒന്നുമല്ല, ആയിരക്കണക്കിന് ആൾക്കാർ ഇതുപോലെ റോഹിംഗ്യൻ മുസ്ലിങ്ങളും ബംഗ്ലാദേശികളും ഈ നമ്മുടെ പൗരത്വം വ്യാജ തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ച് ഈ വോട്ടേഴ്സ് ID കാർഡ് സമ്പാദിക്കുകയും വോട്ട് ചെയ്യാൻ റെഡിയായിട്ട് നിൽക്കുകയും ആയിരുന്നു. അത് കൃത്യമായിട്ട് അവിടെ ഹിമന്ത ബിശ്വാസ് പിടികൂടുകയും അവരുടെ സർക്കാർ പിടികൂടുകയും ഇവരെ അവിടെ നിന്ന് ഡീപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ആസാമിൽ വലിയ വിവാദമാണ്. ഞാനിപ്പോൾ ആസാമിലേക്ക് പോയാൽ നമ്മുടെ കേരളത്തിന്റെ കാര്യം വിട്ടുപോകും, അത് തന്നെ ഒരുപാട് പറയാനുണ്ട്. അപ്പോൾ അതൊക്കെ അത്തരത്തിലുള്ള വിവാദങ്ങളെല്ലാം ഇതിനെ എതിർത്ത് മമതാ ബാനർജി, അതുപോലെ തന്നെ നമ്മുടെ UP-യിലെ അഖിലേഷ് യാദവ്, ഇന്ത്യ മുന്നണിയിലെ ഏതാണ്ട് എല്ലാ കക്ഷികളും ഇതിനെ എതിർത്ത് രംഗത്ത് വരികയാണ്. എനിക്ക് തോന്നുന്നു ശിവസേന മാത്രമേ ഉള്ളൂ അധികം ഒന്നും പറയാത്തത്. ബാക്കി എല്ലാ കക്ഷികളും ഈ വോട്ടർ പട്ടിക, സമഗ്ര വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. കേരളത്തിലും ഈ CPM-നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അവര് വർഷങ്ങളായിട്ട് വളരെ കൃത്യമായിട്ട് ഈ വോട്ടെടുപ്പിനകത്ത് നിരവധി പരിപാടികൾ കൈകാര്യം ചെയ്തു വരുന്നതാണ്. നമുക്കത് വളരെ കൃത്യമായിട്ട് അറിയുകയും ചെയ്യും, ഇവിടെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് CPM-ന് സത്യത്തിൽ ഇതൊരു തിരിച്ചടിയാണ്. പക്ഷെ അവർക്കൊന്നും മിണ്ടാൻ വയ്യ. കാരണം ബംഗാളിൽ മമത ഇതേ കാര്യം ചെയ്യുകയാണ്. അപ്പൊ ഇവിടെ ഇതിനെ എതിർത്താൽ ബംഗാളിൽ എന്ത് സംഭവിക്കും? ബംഗാളിൽ ഇതുപോലെ നുഴഞ്ഞുകയറ്റക്കാർക്കും ഒക്കെ വോട്ടവകാശം കൊടുത്ത് വോട്ടർ പട്ടികയ്ക്കകത്ത് വലിയ ക്രമക്കേടുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നാണ് CPM നിരന്തരം ആരോപിച്ചു വരുന്നത്. നമ്മൾ പറയുന്നതല്ല, CPM-കാർ തന്നെ പറയുന്നതാണ്. അപ്പോൾ ഇരട്ടത്താപ്പാവും. കേരളത്തിലൊരു നിലപാട്, ബംഗാളിൽ വേറൊരു നിലപാട്. ഇത് അവർക്ക് വലിയ വിഷയമാണ്. അതുകൊണ്ട് അവർ വലുതായിട്ടൊന്നും പറയുന്നില്ല. പക്ഷെ അവർക്ക് ഈ വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നതിനോട് ഒട്ടും തന്നെ യോജിപ്പില്ല. ഇനി കോൺഗ്രസിന്റെ കാര്യം നമുക്കറിയാം. രാഹുൽ ഗാന്ധി ഇതെല്ലാം പറഞ്ഞിട്ട് അവസാനം പ്ലേറ്റ് തിരിച്ചു വെക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇവിടെ കേരളത്തിലെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രത്തൻ ഖേൽക്കർ എന്നാണ് അദ്ദേഹമാണ് എന്നാണ് എൻ്റെ ഒരു അറിവ്. അദ്ദേഹം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് ആയിട്ട് ബന്ധപ്പെട്ട് ഈ നമ്മുടെ ഇപ്പോഴത്തെ ഈ സമഗ്ര വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം നീട്ടിവെക്കണം എന്ന് ആവശ്യപ്പെടാനിരിക്കുകയാണ്. അദ്ദേഹം സംബന്ധിച്ച് ഔദ്യോഗികമായ കത്തിടപാടുകൾ നടത്തിയോ എന്നറിയില്ല. പക്ഷെ മാധ്യമങ്ങളിൽ വരുന്ന വാർത്ത അനുസരിച്ച് അദ്ദേഹം ഇത് നീട്ടിവെക്കണം. കാരണം കേരളത്തിൽ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള സമയമാണ്. അപ്പൊ അദ്ദേഹം തന്നെ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് കൊടുത്ത ബൈറ്റിൽ അദ്ദേഹം പറഞ്ഞു, ഡിസംബർ 20-ന് മുമ്പ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കി പുതിയ ഭരണസമിതികൾ നിലവിൽ വരണം. തദ്ദേശ സ്ഥാപനങ്ങളിൽ, പഞ്ചായത്തുകളിൽ, അതുപോലെ മുനിസിപ്പാലിറ്റികളിൽ, കോർപ്പറേഷനുകളിൽ, ജില്ലാ പഞ്ചായത്തുകളിൽ, ത്രിതല പഞ്ചായത്തുകളിലും കോർപ്പറേഷനുകളിലും ഇത് വരണം. പുതിയ ഭരണസമിതി അധികാരമേൽക്കണം. അത് ഡിസംബർ 20-ന് മുമ്പ് വേണം.
അപ്പൊ അതുകൊണ്ട് തന്നെ നവംബർ അവസാനമോ ഡിസംബർ ആദ്യമോ തെരഞ്ഞെടുപ്പ് നവംബർ അവസാനം തെരഞ്ഞെടുപ്പ് നടത്തി ഡിസംബർ ആദ്യം ഫലം പ്രഖ്യാപിക്കും. അങ്ങനെയെങ്കിൽ ഡിസംബർ 20 മുമ്പ് പുതിയ ഭരണസമിതിക്ക് അധികാരമേൽക്കാം. അപ്പോൾ അതിനുള്ള നടപടിക്രമങ്ങളുമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് നടത്താനുള്ള സമയം സമഗ്ര വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം നടത്താനുള്ള സമയം നമുക്ക് ലഭ്യമല്ല. അതുകൊണ്ട് ഈ ഡിസംബർ 20 ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് 4 മാസമുണ്ട്. ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ അവസാനമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മാർച്ച് അവസാനം നോട്ടിഫിക്കേഷൻ വന്നാൽ മതിയാവും. അപ്പോൾ ഒരു 3 മാസം, ശരിക്കും പറഞ്ഞാൽ 2 മാസത്തെ സമയം കിട്ടിയാൽ മതി ഇത് ചെയ്ത് തീർക്കാൻ പറ്റും. റവന്യൂ ഉദ്യോഗസ്ഥരെയൊക്കെ ഉപയോഗപ്പെടുത്തി, അധ്യാപകരെയൊക്കെ ഉപയോഗപ്പെടുത്തി, അതിന് വേണ്ടുന്ന ബൂത്ത് ലെവൽ ഓഫീസർമാരെയൊക്കെ അറേഞ്ച് ചെയ്ത് ഈ പ്രക്രിയ തീർക്കാൻ പറ്റും. കേരളം എന്ന് പറഞ്ഞാൽ എപ്പോഴും അപ്ഡേറ്റ് ആയിട്ടിരിക്കുന്ന ഒരു വോട്ടർ പട്ടികയുള്ള ഒരു സംസ്ഥാനമാണ്. എങ്കിലും ഈ വന്നിരിക്കുന്ന ക്രമക്കേടുകൾ പലതും മാറ്റി അതൊക്കെ ശരിയാക്കി എടുക്കാൻ ഒരു 2-2.5 മാസത്തെ സമയം മതി. ഇതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് നൽകുന്ന വിവരം. അതുകൊണ്ട് ഡിസംബർ 20 ശേഷം നമുക്കത് നടത്താം. ആദ്യം തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിപ്പോ സെപ്റ്റംബർ ആണ്, ഒക്ടോബർ, നവംബർ, ഒരു ഒക്ടോബർ അവസാനമെങ്കിലും ഒക്ടോബർ പകുതിയോടെയെങ്കിലും നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രമേ നമുക്ക് നവംബർ ഒരു 20 ശേഷം തെരഞ്ഞെടുപ്പ് നടത്താൻ പറ്റുള്ളൂ. അങ്ങനെ നവംബർ 20-നും 30-നും ഇടയ്ക്ക് തെരഞ്ഞെടുപ്പ് നടന്നാൽ മാത്രമേ ഡിസംബർ ആദ്യം ഫലം പ്രഖ്യാപിക്കാൻ സാധിക്കുകയുള്ളൂ. ആ ഫലം പ്രഖ്യാപിച്ച് ഡിസംബർ 20-ന് മുമ്പ് പുതിയ ഭരണസമിതിക്ക് അധികാരമേൽക്കാം. അപ്പൊ ഇത് ചൂണ്ടിക്കാട്ടി സമയം തീരെ ഇല്ല നമ്മുടെ മുന്നിൽ. മാത്രമല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും വിളിക്കണം, ഈ വിഷയം ചർച്ച ചെയ്യണം. ഇപ്പൊ ഇതിന്റെ മുന്നൊരുക്കങ്ങളൊക്കെ നടന്നു. ഇപ്പൊ ഒരു റൗണ്ട് ചർച്ച നടന്നു, രാഷ്ട്രീയ പാർട്ടികളെ എല്ലാവരെയും വിളിച്ചു. അതിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെ എല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരുവനന്തപുരത്ത് വിളിച്ചിട്ട് അവർ ചർച്ച ചെയ്തിട്ടുണ്ട് ഈ വിഷയം. അതിൽ BJP മാത്രമാണ് ഈ സമഗ്ര വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തെ അനുകൂലിച്ച് നിലപാടെടുത്തത്. ബാക്കി എല്ലാവരും എതിർത്തു എന്നാണ് മാധ്യമങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. പത്രങ്ങളിൽ നിന്ന് വരുന്ന പത്രവാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അതാണ്. പിന്നെ അവരൊന്നും വലിയ ബഹളത്തിനൊന്നും വന്നില്ല, അല്ലെങ്കിൽ ഇത് പറ്റില്ല, അത് ഒരിക്കലും അനുവദിക്കില്ല, അങ്ങനെയല്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവാണ്, സമയം തീരെയില്ല. അതുകൊണ്ട് ഇത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നടത്തിയാൽ മതി എന്നുള്ള അഭിപ്രായങ്ങളൊക്കെയാണ് പല രാഷ്ട്രീയ പാർട്ടികളും പങ്കുവച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട്. അപ്പോൾ അതിന്റെ എല്ലാം ആകെ ഒരു തുകയായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കാൻ പോകുന്നത് ഇതാണ് എന്നിപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തന്നെ പറയുന്നു. എന്തായാലും നമ്മളെ സംബന്ധിച്ച് ഇത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ വോട്ടർ പട്ടിക അവരെ സംബന്ധിച്ചിടത്തോളം നിയമസഭാ തെരഞ്ഞെടുപ്പാണ് വളരെ പ്രധാനം, വളരെ ക്രൂഷ്യൽ. പക്ഷെ തദ്ദേശത്തിന്റെ വോട്ടർ പട്ടികയും നിയമസഭയുടെ വോട്ടർ പട്ടികയും രണ്ടും രണ്ടാണ്. ഈ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് 2002 വോട്ടർ പട്ടിക വെച്ചുകൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. 2002 ശേഷം ചേരുന്നവരുടെ കാര്യത്തിലാണ് മാനദണ്ഡങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. 2002 അതിന് മുമ്പോ വോട്ട് ചെയ്തവർക്ക് ഈ പ്രശ്നം ഇല്ല. അവരെ സംബന്ധിച്ച് ഒരു ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും വോട്ടവകാശം കിട്ടും. അവർ വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കുകയും ചെയ്യും. മരിച്ചുപോയവരെ അവർ നീക്കും. അത് സ്വാഭാവിക പ്രക്രിയയാണ്. അത് എല്ലാ തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പും നടക്കും. അപ്പോൾ അതൊക്കെ അങ്ങ് അതിന്റെ വഴിക്ക് നടന്നോളും. പക്ഷെ 2002 ശേഷം ജനിച്ച ആൾക്കാരുടെ കാര്യത്തിലാണ് ഈ പറയുന്നത് പോലെ പല പ്രശ്നങ്ങളുണ്ട്. അത് വളരെ കൃത്യമായിട്ട് അവരുടെ രേഖകളൊക്കെ പരിശോധിക്കണം, അതിനുള്ള സമയം വേണം എന്നൊക്കെയാണ് ഇപ്പോൾ ഇവര് തെരഞ്ഞെടുപ്പ് കമ്മീഷനും രാഷ്ട്രീയ പാർട്ടികളും പറയുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു സമവായം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കേരളത്തിൽ ഡിസംബറിൽ തന്നെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ത്രിതല പഞ്ചായത്തുകളിലേക്കൊക്കെയുള്ള തെരഞ്ഞെടുപ്പ് നടക്കും എന്ന് നമുക്ക് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. ഇല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്രയും കൃത്യമായിട്ട് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് ഇങ്ങനെ ഒരു ബൈറ്റ് കൊടുക്കില്ല. ദൃശ്യമാധ്യമങ്ങൾക്ക് കൊടുത്ത ബൈറ്റിലാണ് അദ്ദേഹം ഇത് പറയുന്നത്. മാത്രമല്ല വളരെ കൃത്യമായിട്ട് ഈ പറയുന്നത് പോലെ 2002 വോട്ടർ പട്ടിക വെച്ച് നമുക്ക് കാര്യങ്ങൾ ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനുശേഷം ജനിച്ചവരുടെ കാര്യത്തിൽ വലിയ കുഴപ്പമില്ലാതെ നമുക്ക് അത് ചെറിയൊരു സംഖ്യയെ വരുള്ളൂ, വലിയ പ്രശ്നമില്ലാതെ നമുക്കത് ക്ലിയർ ചെയ്യാം. ഇപ്പം 2002 വോട്ടർ പട്ടിക വെച്ചുകൊണ്ട് ഇപ്പോഴത്തെ വോട്ടർ പട്ടിക നമുക്ക് നിർമ്മിച്ച് അത് പൂർത്തിയാക്കി നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കാം. അതിനുശേഷം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുതിയ ഭരണസമിതി അധികാരമേറ്റതിനു ശേഷം നമുക്ക് സമഗ്ര വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണമായിട്ട് മുന്നോട്ട് പോകാം. ഏതാണ്ട് 2.5 മാസം കൊണ്ട് തന്നെ അത് പൂർത്തിയാക്കി നമുക്ക് അതിന്റെ നടപടിക്രമങ്ങളെല്ലാം തീർത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും പോകാം എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്.